ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ രോഗങ്ങളെക്കുറിച്ചും അതിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ കാണാം. ആ പിക്ചറിൽ നമുക്കെന്താണ് കാണാൻ കഴിയുന്നത്? ഒരു കുട്ടി ഒരു ഹോസ്പിറ്റലിൽ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ആ കുട്ടിയെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അമ്മയോട് പറയുകയാണ്, ഈ കുട്ടിക്ക് പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? അപ്പോൾ അമ്മ എന്തു പറയും? എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു, അതായത് അമ്മയ്ക്കും ഈ കുട്ടിയുടെ ചേച്ചിക്കും പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടിക്കും പനി ഉണ്ടായി, അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം ഈ കുട്ടിക്ക് പനി വന്നത്? അമ്മയും ചേച്ചിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ആയിരിക്കും ഈ കുട്ടിക്ക് പനി വന്നത്, ഇല്ലേ? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ രോഗികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം, ഇല്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് അമ്മയും ചേച്ചിയുമായിട്ട് ഇടപഴകിയതിലൂടെയാണ് ഈ രോഗം ഉണ്ടായത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കുറേ രോഗങ്ങളെ കാണാം, ഇല്ലേ? ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, ഫ്ലൂ, അൽഷിമേഴ്സ്, ഹൃദ്രോഗം, സ്ട്രോക്ക്, വിഷാദം, ക്ഷയരോഗം, ആസ്മ, ആർത്രൈറ്റിസ്, പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇല്ലേ? ഇങ്ങനെ കുറേ അധികം രോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് പകരുന്നതും പകരാത്തതും എന്ന് ഇങ്ങനെ പട്ടികപ്പെടുത്താം. പകരുന്ന രോഗങ്ങൾ: ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കുൻഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്. പകരാത്ത രോഗങ്ങൾ: ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ഹൈപ്പർ ടെൻഷൻ, അപസ്മാരം, ആസ്മ, ഗ്യാസ് ട്രബിൾ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. മഹാമാരികൾ: പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, ഇല്ലേ? ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു അസുഖമായിരുന്നു എന്തെന്ന് പറയുന്നത്? COVID-19 എന്ന്. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടില്ലേ? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും പകർച്ചവ്യാധികൾക്ക് കാരണം? രോഗകാരികളായ സൂക്ഷ്മജീവികളായിരിക്കും അതിന് കാരണം, ഇല്ലേ? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, ഇല്ലേ? അവയെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ രോഗകാരികൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. രോഗകാരികളായ ജീവികളെ പറ്റിയാണ് പറയുന്നത്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. ഇനി വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? COVID-19, പോളിയോ മൈലൈറ്റിസ്, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, അഞ്ചാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളോ? വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ആസ്പെർജില്ലോസിസ്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുമുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ദോശമാവ് പുളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ ദോശമാവ് പുളിച്ച് പൊന്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പോൾ അതിന് കാരണം എന്താണ്? ചിലയിനം ബാക്ടീരിയകളാണ്, ഇല്ലേ? ഫംഗസുകളുടെ ലോകം: നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ ഫംഗസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്കെല്ലാം അറിയാം, മഴക്കാലത്തൊക്കെ വസ്ത്രങ്ങളിൽ ഈ കരിമ്പൻ എന്ന് പറയുന്ന കറുത്ത പുള്ളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? ഫംഗസുകളാണെന്നാണ് ഇവിടെ പറയുന്നത്. രോഗാണുവാഹകർ: രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ.
ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. ഇപ്പോൾ രോഗാണുവാഹകരിൽ എന്തൊക്കെയാണ് പെടുന്നത്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ. രോഗാണുവാഹകർ. കൊതുക്. കൊതുകുണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, സിക്കപ്പനി. ഈച്ച. ഈച്ച ഉണ്ടാക്കുന്ന രോഗങ്ങൾ ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. മനുഷ്യന് രോഗാണുവാഹകരാകുന്ന രോഗങ്ങളാണ് കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. പക്ഷികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ്. എലി, എലിച്ചെള്ള് മുതലായവ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, ടൈഫസ്. കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? പോരാ ഇല്ലേ? നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കൊതുകുകളെയും നശിപ്പിച്ചെങ്കിൽ മാത്രമേ കൊതുകിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് 2 കൊതുകുകൾ തമ്മിലുള്ള സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 2 കൊതുകുകളുണ്ട്. അതിലൊരു കൊതുക് പറയുകയാണ്, ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ അടുത്ത കൊതുക് പറയുന്നു, ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതായത് വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ കൊതുകിന് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കൊതുകിനെ നിയന്ത്രിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഇവിടെ പറയുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇല്ലേ? കൊതുക് വല ഉപയോഗിക്കുക, കൊതുക് തിരി ഉപയോഗിക്കുക ഇല്ലേ? പിന്നെ കൊതുകിൻ്റെ അടിക്കുന്ന ബാറ്റ് മിക്കവാറും വീടുകളിലൊക്കെ കാണുമല്ലോ ഇതില്ലേ? അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൊതുകിനെ ഒരു പരിധിവരെ തടയാൻ കഴിയും. അപ്പോൾ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക. ഇനി കൂടുതൽ മാർഗ്ഗങ്ങൾ നമുക്കറിയാമല്ലോ. എന്താണ്? കൊതുക് തിരി കത്തിച്ച് വയ്ക്കാം. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ പറയുന്നത് പോലെ ബാറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ എന്താണ്? കൊതുക് വല ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ്? കുറേ ഫ്രൂട്ട്സൊക്കെ കാണിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ ഈച്ചയും മറ്റുള്ള കീടങ്ങളും ഒക്കെ വന്നിരുന്നിട്ട് ആണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. ഈ പഴങ്ങൾ, തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത്? നമ്മൾ കൊറോണ വന്ന സമയത്ത് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടന്നത് ഇല്ലേ? അപ്പോൾ അതുപോലെ തൂവാല കൊണ്ടും മൂക്കും വായും മറയ്ക്കുന്നതുമൊക്കെ എന്തിനാണ്? രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഈച്ച പോലുള്ള പ്രാണികളും കീടങ്ങളും ഒക്കെ വന്നിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത്. ഇനി കൂട്ടുകാർക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അനിമേഷൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം എന്താണ്? ഒരു ലേഡി, അവരുടെ കയ്യിലൊക്കെ രോഗാണുക്കളാണ്. അപ്പോൾ അവർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ കയ്യിൽ നിന്ന് രോഗം പകർന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈകളിലൂടെ എങ്ങനെയാണ് രോഗാണുക്കൾ പകരുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് വ്യക്തമായി കാണുമല്ലോ. ആ ലേഡി കൈ കഴുകിയതിന് ശേഷമായിരുന്നു വെള്ളം കൊണ്ട് കൊടുത്തിരുന്നതെങ്കിൽ രോഗം പകരില്ലായിരുന്നു. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് രോഗം പകരുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കണ്ടോ? അയാൾ തുമ്മിയപ്പോൾ രോഗം എങ്ങനെയാണ് പകർന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി കാണുമല്ലോ. ഇനി ആ ലേഡി വീണ്ടും തുമ്മിയതിന് ശേഷം ആ കൈ കൊണ്ട് ആ ഡോറിൽ പിടിക്കുമ്പോൾ അവിടെയും രോഗാണുക്കൾ പരക്കുകയാണ്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധം. മണ്ണിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്? ഇരശല്യം, ടെറ്റനസ്. ഇനി വായുവിലൂടെ ഏതൊക്കെ രോഗങ്ങളുണ്ടാകും? ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്, COVID-19, ഇൻഫ്ലുവൻസ. ജലവും ഭക്ഷണം വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. ഇത്രയും രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ കഴിയും. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും?
രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാണ്? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ കഴിയും. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. മനുഷ്യന് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? ഇല്ല അല്ലേ? ഈ പത്രവാർത്തകൾ നോക്കൂ. ഇത് പലതരം പത്രവാർത്തകളാണ്. എന്തൊക്കെയാണ്? കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു, ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു, പിന്നെ പക്ഷിപ്പനിയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളിലൂടെ നമുക്ക് മനുഷ്യന് മാത്രമല്ല പലതരം മൃഗങ്ങളിലും പകർച്ചവ്യാധികൾ ബാധിക്കാറുണ്ടെന്ന് മനസ്സിലാക്കാം. പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്രങ്ങൾ നോക്കൂ. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ. അപ്പോൾ ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പകർച്ചവ്യാധികൾ ജന്തുക്കളിൽ. അപ്പോൾ ജന്തുക്കളിൽ കാണപ്പെടുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷികൾ, പക്ഷിപ്പനി. നമുക്കറിയാം പക്ഷിപ്പനി കാണപ്പെടുന്നത് എവിടെയാണ്? പക്ഷികളിലാണ് അല്ലേ? ഇനി പശു, ആട്, ആന്ത്രാക്സ്. അപ്പോൾ ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് പശുവിനെയും ആടിനെയും ഒക്കെയാണ്. ഇനി നായ, പൂച്ച, പേവിഷബാധ ഇല്ലേ? നമുക്കറിയാം പേവിഷബാധ കാണപ്പെടുന്നത് എവിടെയാണ്? നായകളിലും പൂച്ചകളിലും ഒക്കെയാണ് അല്ലേ? ഇനി കന്നുകാലികൾ, കുളമ്പ് രോഗം. അതായത് കുളമ്പ് രോഗം എന്ന് പറയുന്ന അസുഖം ഏതിലാണ് കാണപ്പെടുന്നത്? കന്നുകാലികളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ജന്തുക്കളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ. ഇനി സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്? തെങ്ങ്, കൂമ്പ് ചീയൽ. കൂമ്പ് ചീയൽ കാണപ്പെടുന്നത് എവിടെയാണ്? തെങ്ങിലാണ്. ഇനി നെല്ല്, തവിട്ട് ഇലപ്പുള്ളി. തവിട്ട് ഇലപ്പുള്ളി എവിടെയാണ് കാണുന്നത്? നെല്ലിൽ. ഇനി പയറ് ചെടി, മൊസൈക്ക് രോഗം. അപ്പം മൊസൈക്ക് രോഗം എന്ന് പറയുന്ന അസുഖം കാണപ്പെടുന്നത് പയറ് ചെടികളിലാണ്. ഇനി വാഴ, കുറുനാമ്പ് രോഗം. കുറുനാമ്പ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? കൂമ്പടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രോഗം കാണപ്പെടുന്നത് എവിടെയാണ്? വാഴയിൽ. തക്കാളി, വാട്ടരോഗം. വാട്ടരോഗം കാണപ്പെടുന്നത് എവിടെയാണ്? തക്കാളിയിൽ. അപ്പോൾ ഇത്രയുമാണ് സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ. വിവിധതരം ശുചിത്വശീലങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അതൊരു നല്ല ശീലമാണോ? അല്ല അല്ലേ? ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. അതൊരു നല്ല ശീലമാണ് അല്ലേ? അവിടെ ഒരു ടിക്ക് കൊടുക്കാം. ഇനി കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അതൊരു നല്ല ശീലമാണോ? അല്ല. ഇനി പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അതൊരു നല്ല ശീലമാണോ? അതെ. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. നല്ല ശീലമാണോ? അല്ല. തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അതൊരു നല്ല ശീലമാണ് അല്ലേ? പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. നല്ല ശീലമാണോ? അല്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. നല്ല ശീലമാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നല്ല ശീലങ്ങൾ? ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്, പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്, തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല, എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ആരോഗ്യ ശീലങ്ങൾ. ഇനി നമ്മുടെ ശരീരത്തിന് വേണ്ട രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗാണു പ്രവേശിച്ചാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ സ്വാഭാവികമായിട്ട് ചെറുത്ത് നിൽക്കും. അത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇല്ലേ? അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധശേഷി കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധശേഷി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ വാക്സിൻസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ആദ്യം BCG എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം ബാസിലസ് കാൽമറ്റ് ഗ്യൂറിൻ. കാൽമറ്റ് ഗ്യൂറിൻ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്
ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചത്. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്ന രോഗത്തിനെതിരായിട്ട് ജനിച്ച ഉടനെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് എന്തെന്ന് പറയുന്നത്, ഈ BCG എന്ന് പറയുന്നത്. അതൊരു ഇഞ്ചക്ഷൻ രൂപത്തിലാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് OPV. OPV എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ട് ഓറൽ അല്ലെങ്കിൽ വായിലൂടെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് എന്തെന്ന് പറയുന്നത്, OPV. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടി കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പ് B എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറഞ്ഞാൽ കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് B. അപ്പോൾ അതിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പ് B. FIPV അല്ലെങ്കിൽ പോളിയോ വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസിന് പറയുന്ന പേരാണ് FIPV. അതും ഒരു ടൈപ്പ് ഓഫ് പോളിയോ വാക്സിനാണ്. ഇനി RVV എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടാ വൈറസ് വാക്സിൻ. അപ്പോൾ റോട്ടാ വൈറസ് എന്ന് പറയുന്ന വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖത്തിനെതിരെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് എന്ത്? RVV അല്ലെങ്കിൽ റോട്ടാ വൈറസ് വാക്സിൻ. ഇനി ഈ വാക്സിൻസ് ഒക്കെ ഏതൊക്കെ പ്രായത്തിലാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളാണ് OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ, BCG ബാസിലസ് കാൽമറ്റ് ഗ്യൂറിൻ, ഹെപ്പ് B. ഹെപ്പ് B ഏത് രോഗത്തിനുള്ളതാണ്? ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് ഹെപ്പ് B. ഇനി 6 ആഴ്ചയുള്ളപ്പോൾ ഏതൊക്കെയാണ് കൊടുക്കുന്നത്? ഓറൽ പോളിയോ വാക്സിൻ 1 അല്ലെങ്കിൽ OPV 1, RVV 1, റോട്ടാ വൈറസ് വാക്സിൻ 1. അതാണ് RVV 1 എന്ന് പറയുന്നത്. പെൻഡാവാലൻറ്റ് 1. പെൻഡാവാലൻറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒറ്റ വാക്സിനാണ് പെൻഡാവാലൻറ്റ് 1. ഒക്കെയാണ് 5 രോഗങ്ങൾ: ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പിന്നെ കൊടുക്കുന്ന ഏത് വാക്സിനാണ്? FIPV 1, അതായത് ഫ്രാക്ഷണൽ ഡോസ് ഓഫ് പോളിയോ വാക്സിൻ. PCV 1 എന്ന് പറഞ്ഞാൽ എന്താണ്? PCV 1 എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ്. അതായത് ന്യൂമോണിയക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ് PCV 1 എന്ന് പറയുന്നത്. അപ്പോൾ OPV 1, RVV 1, പെൻഡാവാലൻറ്റ് 1, FIPV 1, PCV 1 ഇത്രയും വാക്സിനുകളാണ് 6 ആഴ്ചയുള്ളപ്പോൾ കൊടുക്കുന്നത്. ഇനി 10 ആഴ്ചയുള്ളപ്പോൾ കൊടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്? OPV 2, ഓറൽ പോളിയോ വാക്സിൻ 2, റോട്ടാ വൈറസ് വാക്സിൻ 2, പെൻഡാവാലൻറ്റ് 2. ഇത്രയുമാണ് 10 ആഴ്ചയുള്ളപ്പോൾ കൊടുക്കുന്നത്. 14 ആഴ്ചയുള്ളപ്പോൾ കൊടുക്കുന്ന എന്തൊക്കെയാണ്? OPV 3, RVV 3, പെൻഡാവാലൻറ്റ് 3, FIPV 3, FIPV 2, PCV 2. ഇത്രയുമാണ് 14 ആഴ്ചയുള്ളപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ വാക്സിൻസിനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഏതൊക്കെ വാക്സിൻ എന്തൊക്കെ രോഗങ്ങൾക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. BCG എന്ന് പറയുന്ന വാക്സിൻ ക്ഷയരോഗത്തിനെതിരായിട്ടാണ് കൊടുക്കുന്നത്. OPV എന്ന് പറയുന്ന വാക്സിൻ പോളിയോ രോഗത്തിനെതിരായിട്ടാണ് കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന വാക്സിൻ മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടാണ് കൊടുക്കുന്നത്. FIPV എന്ന് പറയുന്ന വാക്സിൻ പോളിയോ രോഗത്തിനെതിരായിട്ടാണ് കൊടുക്കുന്നത്. RVV എന്ന് പറയുന്ന വാക്സിൻ ഡയറിയക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. PCV വാക്സിൻ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ എന്നിവയ്ക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. MR എന്ന് പറയുന്ന വാക്സിൻ മീസിൽസ്, റുബല്ല എന്നീ രോഗങ്ങൾക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. DPT എന്ന് പറയുന്ന വാക്സിൻ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്ന് പറയുന്ന 3 രോഗങ്ങൾക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. TD എന്ന് പറയുന്ന വാക്സിൻ ടെറ്റനസ്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നാടകം, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ജനങ്ങളെയൊക്കെ ഈ വാക്സിൻ കൊടുക്കേണ്ടതിനെ പറ്റിയുള്ള അവബോധം നൽകാൻ പറ്റും. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്